പുഷ്പടാ പുഷ്പ പുഷ്പ പുഷ്പ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 7 മണിക്ക് പോയതാണ് അലാക്കിൻ്റെ പുഷ്പ കാണാൻ വേണ്ടിയിട്ട്. അത് ഇറങ്ങിയപ്പോൾ മുതൽ, അതായത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഈ പുഷ്പ എന്നിങ്ങനെ ബാധ കൂടിയതുപോലെയാണ്. കാരണം എനിക്ക് എന്താണെന്നറിയില്ല, അതിലത് അല്ലു അർജുൻ നടക്കുന്ന പോലെ ഞാൻ നടക്കുന്നത്, അതുപോലെ തന്നെ പെരുമാറുന്നത് പുഷ്പടാ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ. വേറെ ഒന്നുമല്ല, പുഷ്പ 2 എന്ന് പറയുന്ന ഒരു സിനിമ കാണാൻ പോയതാണ്. 177 രൂപ അന്ന് ടിക്കറ്റിന് വന്നത്. 3 ദിവസം മുമ്പാണ് ഇത് ബുക്ക് ചെയ്തത്. എന്താ ബുക്ക് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സകലമാന കുരിപ്പുകൾ എന്നോട് ചോദിക്കുകയാണ്, പുഷ്പ 2 കാണാൻ പോകുന്നില്ലേ, പുഷ്പ 2 കാണാൻ പോകുന്നില്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഇതെന്തോ അത്ര ഭയങ്കര കാര്യമാണോ, എടോ ഇതെല്ലാം റിലീസിന് കാണണം, എന്നാലേ നിന്നെ പോലെ തന്നെ വീഡിയോ ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരിയാ, എന്നാൽ പിന്നെ കണ്ടേക്കാന്ന് വിചാരിച്ചിട്ട് അലാക്ക് ഞാൻ പോയിട്ട് 7 മണിക്ക്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും എന്ന് പറഞ്ഞാൽ 6 മണിക്ക് എഴുന്നേറ്റില്ല. ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ 6 മണിക്ക് എഴുന്നേറ്റ് നേരെ തിയേറ്ററിലേക്ക് പോകുമ്പോൾ തന്നെ ചെണ്ടമേളം എന്നല്ലേ, ചെണ്ടമേളം എന്നല്ലേ, ചെണ്ടമേളം എന്നല്ലേ, ചെണ്ടമേളം എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ അല്ലു അർജുനന് വേണ്ടിയിട്ട് ഒരു ഫാൻസ്, ഒരു വിഭാഗം ഇങ്ങനെ പിന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരുടെ കോപ്രായങ്ങളും കാര്യങ്ങളും പാട്ടും കൂത്തും എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് പറഞ്ഞാൽ ഒരു സംഭാഷണം പോലും കേട്ടില്ല കേട്ടോ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, കാരണം എല്ലാ സംഭാഷണത്തിലും എന്ന് പറഞ്ഞാൽ ഇവർ കയ്യടിയാന്ന്. എന്നാൽ ഓനാണെന്നൊക്കെ പറയുന്നുണ്ടോ, അതൊട്ട് പറയുന്നുമില്ല. ഇപ്പം ഫഹദ് ഫാസിലിൻ്റെ കുറച്ച് അഭിനയവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ നല്ലൊരു രസം തോന്നി. അല്ലു അർജുൻ്റെ മോശം എന്നല്ല ഞാൻ പറയുന്നത്. ഏതായാലും ഈ മറ്റേ കങ്കുവായ് എന്ന് പറയുന്ന മറ്റേ സൂര്യൻ്റെ സിനിമയില്ലേ, അത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ണിന്ന് വെള്ളൊഴിച്ചുകൊണ്ടാവുന്നു എന്നതായിരുന്നു. ആ തിയേറ്ററിൻ്റെ അടുത്തേക്ക് മാനേജറോട് ചോദിച്ചു, അനി ആ പകുതി പൈസ ഒന്നും തിരിച്ചു വരുമോ ചോദിച്ചു. അയാൾ പറഞ്ഞു, 1 ഉറുപ്പ്യ തരൂല മോനെയെന്ന്. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നിന്നെ കണ്ടോളാന്ന് പറഞ്ഞായിരുന്നു. എന്നാ അറിയാം, കങ്കുവായ് എന്ന് പറയുന്ന സിനിമ മാന്യമര്യാദയായിട്ട് ഇറക്കേണ്ട ഒരു സിനിമ, അത് ഇറക്കിയിട്ടുമില്ല. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് പകുതി പൈസ എന്നിട്ട് ചോദിച്ചിട്ട് അവർ തന്നിട്ടുമില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഈ സിനിമക്ക് പോയത്. ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ, എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള റിവ്യൂക്കാർ പറയുന്നത് പോലെയൊന്നുമല്ല. ഒരു സിനിമ എന്നുള്ള നിലയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അല്ലു അർജുൻ്റെ ഈ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ. അല്ലാതെ ഒരു വലിയ എന്താ പറയേണ്ടത്, നമ്മളൊരു വലിയ കഥ, ഇപ്പം ആകാശദൂത് പോലെയും വാത്സല്യം പോലെയുള്ള ഒരു സിനിമ വേണമെന്ന് പറഞ്ഞിട്ട് പോകുന്നവനാണെങ്കിൽ ഒരിക്കലും കയറിയിട്ട് ഈ സിനിമ കാണരുത്. ഇതെന്ന് പറയുന്നത് അതുപോലൊരു മാസിൽ കാണണ്ടേ, അല്ലു അർജുൻ്റെ ഫാൻസിൻ്റെ കൂടെ അവരുടെ ഡാൻസും അവരുടെ ഒച്ചപ്പാടും അതിൻ്റെ ഇടയിൽ ഫഹദ് ഫാസിൻ്റെ അടിയും പിടിയും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് എന്താണെന്നറിയാം, ഒരു 3 മണിക്കൂർ ഒരു ദൃശ്യവിരുന്ന് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മോഡലിൽ കാണുമ്പോൾ ഈ അല്ലു അർജുൻ്റെ സിനിമ കുഴപ്പമില്ല കേട്ടോ, നല്ല സിനിമയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാസ്റ്റ് അവസാനം പിന്നെ ഇതൊക്കെ ആകുമ്പോൾ ഇവരിതൊരു വല്ലാത്ത പിടിച്ചൊരു രീതിയിൽ കൊണ്ടുപോയിരുന്നു. അതായത് ഇവർ കുറച്ച് കുടുംബമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് അല്ലു അർജുനെ തീരുമാനിച്ചു വെച്ചതുപോലെ. അതായത് പിന്നെ എന്താ പറയുക, അമ്മാവ എന്നെല്ലാം വിളിച്ചിട്ട് പഴയ ഡയലോഗില്ലേ, അതൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഡാൻസ്, പാട്ട് ഇതൊന്നും ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. പക്ഷേ വായിൽ പാടാൻ പറ്റുന്ന ഒരു ഡാൻസ് ഒന്നുമില്ല. പുഷ്പ 1 ഒരു ശ്രീവള്ളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാൻസിലുണ്ട്. ഈ റീൽസ് പിന്നെ കളിക്കുന്ന ടീമിനൊക്കെ നല്ല സുഖമായിരുന്നു. ഈ ഇപ്രാവശ്യം പിന്നെ അങ്ങനെയുള്ള ഒരു ഡാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഫഹദ് ഫാസിൽ ഒരുപാട് സമയമുണ്ട് കേട്ടോ. അയാളുടെ ആ ഒരു സ്ക്രീൻ സ്പേസ് എന്ന് പറഞ്ഞാൽ അയാൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും തെലുങ്കന്മാർ നല്ല രീതിയിൽ ഞെട്ടും, അത് ഉറപ്പാണ് നടന്നത്. ഫഹദ് ഫാസിലിന് നല്ലൊരു ഫാൻ ബേസ് ഈ ആന്ധ്രയിൽ ഉണ്ടാകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ഇതോട് കൂടിയിട്ട്. കാരണം വില്ലനാണെങ്കിലും അയാളൊരു അസാധ്യ ഒരു കൊടൂര വില്ലനാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗെറ്റപ്പും ഇല്ല, നമ്മൾ കാണുന്നില്ലേ. ഫഹദ് ഫാസിലാണ് ഇപ്പോൾ തടി കുറേ കുറഞ്ഞിട്ടാണ് ഉള്ളത്, വയറൊക്കെ അങ്ങ് കുറഞ്ഞ് ആകെ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിട്ടൊരു രൂപം. പക്ഷേ അവനെന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, ആ ഒരു ഗെറ്റപ്പ് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അത് നല്ല രീതിയിൽ അവർ ഉപയോഗിച്ചിട്ടുമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന് അതായത് നമ്മൾ അല്ലു അർജുന് ഇവിടെയുള്ള ഒരു ഫാൻ ബേസിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം ഈ ചില ടീമുകൾ അവിടെ ഈ അല്ലു അർജുൻ്റെ വേഷമൊക്കെ ധരിച്ചു വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലു അർജുൻ മറ്റേ എന്താ പറയുക, ഈ മൂക്കുത്തി ഇട്ടിട്ടും അതുപോലെ കമ്മലിട്ടിട്ടും ഈ ശിവൻ്റെ വേഷം കെട്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കഴുത്തിലൊരു 25 നാരങ്ങ തൂക്കിയിട്ടല്ല, അവനവൻ്റെ വീട്ടിൽ അച്ചാറിടാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ 10 നാരങ്ങ ഇവന്മാർ മേടിച്ചു കൊടുക്കത്തില്ല. മേടിച്ചു കൊടുക്കോ? ഒരുത്തനും മേടിച്ചു കൊടുക്കത്തില്ല. അല്ലു അർജുൻ്റെ സിനിമക്ക് വേണ്ടിയിട്ട് ഇവന്മാർ എന്ത് ചെയ്തു, മാലയാക്കാൻ വേണ്ടിയിട്ട് 25 നാരങ്ങ. വീട്ടിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് 1 കവർ പാല് മേടിച്ച് കൊടുക്കാത്തവനും 25 ലിറ്റർ പാല് കൊണ്ട് പാലഭിഷേകം. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പം കണ്ടുവരുന്നൊരു സംഭവമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ രജനീകാന്തിൻ്റെ ഒക്കെ സിനിമ ഇറങ്ങുമ്പോൾ, അതായത് ദളപതി എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങി, ആ സിനിമയിൽ മമ്മൂട്ടീൻ്റെ രജനീകാന്തായിരുന്നു. അപ്പോൾ ഈ പിന്നെ രജനീകാന്തിൻ്റെ കയ്യിൽ നിന്ന് കത്തി തെറിച്ചു പോയി. അപ്പോഴേക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഓഡിയൻസിൽ ഒരുത്ത് അന്നാ പിടിങ്കോ എന്ന് പറഞ്ഞിട്ട് കത്തി അങ്ങ് എറിഞ്ഞു കൊടുത്തിനി പറയുന്നത് കേട്ടിട്ട് പണ്ട്. അതായത് കഴിഞ്ഞിട്ട് അവരെ സ്ക്രീൻ കീറിയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഇപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിലാണോ. ഇവിടെ ഈ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് പിന്നെ സാക്ഷരതയാന്ന്, തേങ്ങാക്കൊലയാന്ന്, മറ്റേതാന്ന് എന്നൊക്കെ പറഞ്ഞാലോ, ഇപ്പോൾ ഇതുപോലെ ഈ രജനീകാന്തിനെയും വിജയിനെയും ഈ തല അജിത്തിനെയും
ഇങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മുടെ ചെറുപ്പക്കാരിങ്ങനെ മനസ്സിലിങ്ങനെ പ്രതിഷ്ഠിച്ചിട്ട് ഇവരുടെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ കിട്ടുന്നതാണ് പോലെ ശരിക്കും ചിരിയാണ് വരുന്നത് നടന്ന്. ഇന്നിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് വനിതാ തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു കുറച്ച് പമ്പര വിഡ്ഢികൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ കണ്ണൂർ, കോഴിക്കോട് ഇവിടെ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ഫാഷനാണ്. ആ സിനിമേൻ്റെ ആ ഒരു രൂപ എടുത്തിട്ട് ഇങ്ങനെ വരുക. ഈ പിന്നെ കുറച്ച് നാൾ മുമ്പ് വിക്രമിൻ്റെ ഏതൊരു സിനിമ ഇറങ്ങിയിന്. അപ്പോൾ അതിൻ്റെ അകത്ത് രൂപ എടുത്തിട്ട് ഒരുത്തം വന്നിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് എല്ലാവരെയും എന്നെല്ലാം കാണിക്കുന്നുണ്ട് നടന്ന്. ഇതൊക്കെ കാണുമ്പോഴേ ശരിക്കും മലയാളികൾ ഇത്രയും അതമ്പതിച്ചു പോയല്ലോ ഭഗവാനെന്ന് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാനില്ല. അതാ ഒന്നാമത്തെ പ്രശ്നം അവിടുന്ന്. ഇതെന്തോ ഒരു സംഭവം, അതായത് അല്ലു അർജുൻ്റെ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക തലയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ആളായി എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ സിനിമയെ പറ്റിയിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. സിനിമ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരുന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അതായത് നമുക്ക് എന്താ പറയേണ്ടത്, ആ ഒരു എൻജോയ്മെൻറ്റ് നമുക്കത് കിട്ടും. അത് ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാലോ അത് ഈ ഫാമിലി ആയിട്ട് തന്നെ പോകണം കേട്ടോ. വേറെ വൃത്തികേടോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ചില സിനിമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെലുങ്കായാലും ഈ തമിഴായാലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല. നല്ല നല്ല സീനുകളാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കുട്ടികളൊക്കെ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. OTT-യിലൊന്നും വന്നിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. OTT-യിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് കിട്ടൂല അവിടുന്ന്. കാരണം ആ സൗണ്ടിലും ആ ഒരു ഇതിലും തന്നെ കാണാം. പിന്നെ സാധാരണ തെലുങ്ക് സിനിമ കാണുന്ന പോലെ നമ്മൾ കാണുന്നില്ലേ, വെടിയുണ്ടിയെല്ലാം വരുമ്പോൾ ഇങ്ങനെ വെടിയുണ്ടിയെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എറിയുന്ന ആ സീനൊക്കെ ഉണ്ടാവുമായിരുന്നു. അതുപോലെ ഒരു ഇടി ഇടിക്കുമ്പോഴേക്ക് 2 ഗ്ലാസ് ചോര തുപ്പും, ഇതൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇതൊക്കെ പിന്നെ തെലുങ്ക് സിനിമയിൽ സാധാരണമാണ്. ഇപ്പം അത് മലയാള സിനിമയിലും വന്നിട്ടുണ്ട്. പിന്നെ കൂവൽ പേടിച്ചിട്ടാണ് പല സംവിധായകരും അത് പിന്നെ കട്ട് ചെയ്ത് കളയുന്നത് എന്നുള്ളതാണ്. കാരണം മലയാളികൾ ഒന്നാമത്തെ കാര്യം തന്നെ ഇതൊന്നും വിശ്വസിക്കത്തില്ല. അല്ലു അർജുൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർ വിശ്വസിക്കും. കാരണം അടിമകളാണ്. അല്ലു അർജുൻ്റെ അടിമകളുണ്ട് കുറേ ഇങ്ങനെ. അവൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും വിശ്വസിക്കുന്ന കുറേ ടീമുകളുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിയേറ്ററുകാരോട് പറയാനുള്ളത്, ഈ 4 മണിക്ക് 3 മണിക്കെല്ലാം നിങ്ങൾ ഷോ വെക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. അതായത് പറയാനായിരുന്നു ഇത് ഫാൻസ് ഷോ ആണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അവിടെ വന്നിട്ട് ഇവന്മാരെ കൂവല് കേൾക്കണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പറയണമായിരുന്നു ഇവിടെ എന്നിട്ട് കൂവല്ലേ. ഇതെന്ന് പറയുന്നത് ഒരു സംഭാഷണം പോലും കേൾക്കാൻ പറ്റുന്നില്ല. ഇവന്മാർ വന്നിട്ട് ഇങ്ങനെ ഡാൻസ്, ഈ മുന്നൊക്കെ ഡാൻസ് ചെയ്യുന്നു. ആലോചിച്ച് നോക്കണം നിങ്ങൾ. സ്ക്രീനിലവിടെ സിനിമയും വെച്ചിട്ട് നമ്മൾ ഇവൻ്റെ ഒക്കെ പിന്നെ ഈ പുറങ്ങാനാണോ നമ്മൾ നിൽക്കുന്നത്? ഇവനൊക്കെ ഡാൻസ് ചെയ്യേണ്ടെങ്കിൽ വീട്ടിൽ പോയി ചെയ്താൽ പോലെ. അങ്ങനെയുള്ള തോന്നിയവാസങ്ങളിൽ ചിലത് കാണിക്കുന്നുണ്ട്. അത് ഈ സിനിമേനെ പറയിക്കുന്ന എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ആകുമ്പോൾ. പക്ഷെ നല്ല ആൾക്കാർ കയറുന്നില്ല കേട്ടോ. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കോടികളാണ് വാരിയിരിക്കുന്നത്. അതായത് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ നല്ല രീതിയിൽ ഇത് വാങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെ ആയാലും അല്ലു അർജുൻ ഫാൻസിന് അവർക്കെന്ന് പറയുന്നത് നിരാശപ്പെടേണ്ട ഒരാവശ്യവുമില്ല. അല്ലു അർജുൻ എന്താണോ മലയാളി ഫാൻസിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇത് മാത്രമേ ഉള്ളൂ. ഇത് കുറേ വട്ടം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അത് എനിക്കൊരു ബാധ കയറിയതുപോലെ. അതായത് എപ്പം നോക്കി കഴിഞ്ഞാൽ പുഷ്പ പുഷ്പ. ഓക്കെ, നന്ദി, നമസ്കാരം. അടുത്ത പാടമായിട്ട് വരാം. ഞാൻ ഒന്ന് അവിടെ ഇറങ്ങിയിട്ട് വരാം. അടുത്ത് കാത്തിരിക്കുന്നുണ്ട്. ബൈ ബൈ.